അയ്യോ, എന്താണിത്? ഹായ് ഗായ്സ്, നമുക്ക് എന്തൊരു അൺബോക്സിങ് വീഡിയോ ആയാലോ? കുറെ ആയിട്ട് ഞാൻ അൺബോക്സിങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഈ ഷീനിന്ന് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തു. ഇത്രയും വലിയ പർച്ചേസ് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല. അപ്പം നമുക്കിത് പൊട്ടിക്കാം. ഇതൊരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് മേടിച്ച. നല്ലതാണോ അല്ലേന്നൊന്നും എനിക്കറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഇതൊരു ടീഷർട്ടാണ്, കൂടുതലും ഡ്രസ്സാണ്. ഞാനൊരു ഡ്രസ്സ് ബ്രാൻഡിയാണ്. ഇത് ഒരു ടീഷർട്ട്, കൊള്ളാം, നൈസ്. ഇതും ഇങ്ങനൊരു ടീഷർട്ടും ഒരു പാൻറ്റും. ഇത് കറക്റ്റ് സൈസ് ആണോന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഓർഡർ ചെയ്തത് മീഡിയം സൈസാണ്. ആൻഡ് ഇത് ഒരു യെല്ലോ ഷർട്ടാണ്. ഞാൻ കുറേ ആയി യെല്ലോ ഷർട്ട് മേടിക്കണം എന്ന് വിചാരിക്കുന്നു. ഇതിനൊക്കെ വെച്ചിട്ട് ഡാർക്ക് കളർ ഓർഡർ ചെയ്തേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതും ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് മേടിച്ച ഒരു ഗ്രീൻ ഷർട്ടാണ്. 3/4 എല്ലാം നല്ല ഗ്രീൻ അല്ലേ? ഈയിടെയായിട്ട് യെല്ലോ ഭയങ്കര ക്രേസ് ആണ്. അതുകൊണ്ട് ഞാൻ ഒരു യെല്ലോ ടീഷർട്ടും കൂടെ മേടിച്ചു. കൊള്ളാല്. നെക്സ്റ്റിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് ഒരു ഇന്നർ പോലെ മേടിച്ച. ഓക്കെ, ഇതും ഒരു ഷർട്ടാണ്. ഇതും ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് മേടിച്ച ഷർട്ടാണ്. കൊള്ളാം, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച ട്വിസ്റ്ററില്ലേ, ഇങ്ങനെ നിന്നിട്ട് നമുക്ക്. ഓക്കെ, ഇതും ഒരു ഷർട്ടാ. ഇതെന്നാന്ന് വെച്ചാൽ അല്ല, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇതും ഇതെല്ലാം ഇട്ട് കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സാധനം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഇത് ക്യൂട്ടായിട്ട് ഇട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ക്യൂട്ട് ടീഷർട്ട്. ഗുഡ് പോയി. ഇതിൻ്റെ ക്വാളിറ്റി ഗുഡ് അല്ല. പക്ഷെ സ്മോള് മേടിച്ച എഴുതിയായിരുന്നു, കിട്ടിപ്പോയി. ഇതെൻ്റെ ഡ്രസ്സിടെ വേണ്ടി മേടിച്ച ഒരു റിംഗ് ലൈറ്റ് മേടിച്ചു. ചെറിയൊരു റിംഗ് ലൈറ്റ്. കിങ് ആണോ എന്ന് ഉപയോഗിച്ചതിന് ശേഷം പറയാം. ഒരു ടീഷർട്ടാണ്. ഇത് പിക്ചറിൽ ആക്ച്വലി ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് ചെയ്ത പോലെയാണ്. പക്ഷെ വന്നപ്പോൾ ഇങ്ങനെയാണ്, കുഴപ്പമില്ല. ചെയ്യുന്ന ഐറ്റമാണ്. ലെൻസ് നല്ല സ്മെല്ലുണ്ട്. മറ്റേ വാഷ്റൂമിൻ്റെ ഉള്ളിലിട്ടല്ലേ നല്ല സ്മെല്ല് വരാൻ ആ സാധനം. എന്താണിത്? ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാണ്? ഫ്ലോപ്പായി പോയി. ഞാൻ ഒരു ഇച്ചിരിയും കൂടെ ഒരു മീഡിയം സൈസ് പ്രതീക്ഷിച്ച്. ഇതൊരു മാതിരി പോർട്ടബിൾ ഹാൻഡ് സ്റ്റിച്ചിങ് മെഷീനാണ് സാധനം. ഇതെനിക്ക് ആവശ്യമുണ്ടോ, പക്ഷെ എനിക്ക് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ല, പഠിക്കണം. ഇതെന്താന്ന് വെച്ചാൽ ഇലക്ട്രിക് ഹെയർ. ഇതാരാണ്ടൊക്കെ പരീക്ഷിച്ചിട്ട് തന്നെയാണ് പണ്ടാരും ഷൂട്ടിന് മുമ്പ് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ച. ഇപ്പൊ ചൂടല്ലേ അതുകൊണ്ട് മേടിച്ച അംബർല. ഇത് വെയിലത്ത് കാണിച്ച കരിഞ്ഞു പോകുന്നത് പുറത്ത് ഉപയോഗിച്ചിട്ട് പറയാം. അധികം വെയിലടിക്കാൻ ചാൻസ് കുറവാ. കത്തിപ്പോകൂ. ഭയങ്കര കുഞ്ഞിതാ, ഭയങ്കര ടൈനി. കാറ്റൊക്കെ വന്ന പറന്ന് ഒടിഞ്ഞ് നശിഞ്ഞ് ഒന്നും പറയാനില്ല. പിന്നെ ഇതെന്താണെന്നറിയോ? ഇതിന് ഡ്രില്ല് വേണമായിരിക്കും. ഡ്രില്ലറ് ബെഡിൽ നിന്നും ഇവരെ മതിലിന് വെക്കാൻ പോവാ. സോ ഒരു ഡ്രില്ലർ മേടിച്ചിട്ട് ഇത് ഹാങ് ചെയ്യണം. ഇത് ഒരു കുഞ്ഞി ഫാൻ. ഇതൊക്കെ വർക്കാവും. ഇത്രേ ഉള്ളൂ. ഈ ഡ്രസ്സെല്ലാം ഞാൻ ഇട്ടിട്ട് വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ അൺബോക്സിങ് കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ബൈ.